ഹലോ ഗീസ്, എന്തൊക്കെയാണ്? ഇന്ന് സൺഡേ, ഞങ്ങൾക്ക് ഷോപ്പിംഗ് ഡേ ആണ്. അപ്പം ഞങ്ങളുടെ ഷോപ്പിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പെരുമ്പാവൂരേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ 2-3 കടയിലൊക്കെ കയറാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓണം ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. അപ്പം ഞങ്ങളുടെ സൺഗ്ലാസ് എങ്ങനെയുണ്ട്? ഇത് ഞങ്ങൾ മുന്നേ ആതിരപ്പള്ളി പോയപ്പോൾ വാങ്ങിയതാണ്. വണ്ടിയിൽ തന്നെ വെക്കുന്നുണ്ട്, ഇത്തോട്ടം പൊട്ടിച്ചില്ല. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട്. രാവിലെ ഒരു 11 മണിയാകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ചായയൊക്കെ കുടിച്ച് മെല്ലെ ഇറങ്ങി. എങ്ങനത്തെ ഡ്രസ്സാ വാങ്ങിക്കേണ്ട ഇന്ന്? ഇതാ ബ്ലാക്കാ? പിന്നെ വേറെ എങ്ങനത്തെ വാങ്ങിക്കണ്ടേ? എന്ത്? അതാണ് നീ പാടെ പിബിന്റെ അടുത്ത് പറഞ്ഞത്, നൊറോട്ടന്റെ ഡ്രസ് മേടിക്കാൻ പോകുന്നത് അല്ലേ? അവിടെ പോയി എന്തൊക്കെ പറഞ്ഞു? അവിടെ പോയി എന്തൊക്കെ പറഞ്ഞേ? എന്തൊക്കെയാ പറഞ്ഞ നീ പോയിട്ട്? എന്താ പറഞ്ഞത്? ഉടുപ്പി പറയുന്നോ? ഇല്ല. നീ റെഡി ആയിട്ട് പുറത്ത് പോയപ്പം എന്തെങ്കിലും പൊടി പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ചൊറിയുന്നത്. ഇട്ടപ്പോ ചൊറിഞ്ഞില്ലല്ലോ. നമ്മളത് ആതിരപ്പള്ളി പോകുമ്പല്ലേ ചൊറിഞ്ഞത് ലാസ്റ്റ്. ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? വളരെ മനോഹരമായി. ഇന്നത്തെ ഓണം ഷോപ്പിങ്ങിന്റെ ബഡ്ജറ്റ് എത്രയായി ചേട്ടാ? 1350. അതില് ചേട്ടൻ എത്ര പേർക്ക് ഡ്രസ് എടുക്കും? ചേട്ടൻ എത്ര പേർക്ക് ഡ്രസ് എടുക്കും? അതാരല്ലോ? ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ. ഇവിടെ കിടന്നോ? സമാധാനം ഉണ്ടായിട്ടാ ചേട്ടാ വയറ് 40 ആയില്ലല്ലോ. അപ്പൊ നമ്മള് പെരുമ്പാവൂരേക്കാണ് പോന്നെ. എത്താനായിട്ടുണ്ട്. ഓണത്തിന് ഡ്രസ്സ് എടുക്കണം. പിന്നെ എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? ഡ്രസ്സ് എടുത്തിട്ട് തിരിച്ചു വരും അല്ലേ? ഡ്രസ്സ് എടുത്ത് ചേച്ചി കണ്ടില്ലേ ഒരു ചേച്ചി നോക്കാണ്ടും പറയാണ്ട് എങ്ങനെ വളവന്ന് നടന്നു പോകുന്നത്. പെരുമ്പാവൂര് എത്താൻ ഏത് കടയിലാ പോലെ? പെരുമ്പാവൂര് നമുക്ക് എല്ലാ കടയിലും പോവാം. വൈകുന്നേരം വരെ ഷോപ്പിംഗാ? മാക്സിൽ പോവാം, സീമാസിൽ പോവാം, എല്ലായിടത്തും. ബഡ്ജറ്റ് 1350 രൂപ. പൊള്ളി. ഞങ്ങൾ ആദ്യം ഇവിടെ പെരുമ്പാവൂര് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഗോൾഡൊക്കെ മാറ്റിയെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുവാണ്. ഇവിടെ ശരിക്കും ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നമ്മളവരുടെ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ. ഇപ്പോൾ 1 പവൻ സ്വർണത്തിന് ഏകദേശം 77,000 രൂപ ആവുന്ന ഇവിടുന്ന് സ്റ്റാഫുകൾ പറഞ്ഞ്. ഇനിയിപ്പോൾ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ സ്വർണം വാങ്ങിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയായിരിക്കും. അങ്ങനെ നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ ആക്കി സീമാസിൻ്റെ അവിടെ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സീമാസിലേക്ക് പോവാണ്. പെരുമ്പാവൂർ സീമാസിൽ ഇവിടെ ഫുൾ ഓണം വൈബായിരുന്നു. മാവേലിയും പിന്നെ കൈകൊട്ടിക്കളി. ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് അത് തീർന്ന് പിള്ളേരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ സീമാസിൽ ഓണായിട്ട് ഡ്രസ്സൊക്കെ 5% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലോറുണ്ട്, അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. ഞാനിങ്ങനെ അവൾക്കൊക്കെയുള്ള സാരി നോക്കുകയാണ്. സമ്മാനമൊക്കെ പടാം. എന്താ
സീമാസിലെ ഷോപ്പിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു 2:30 കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് വന്നത്. ഞങ്ങൾ പെരുമ്പാവൂർ വരുമ്പം എപ്പോഴും സ്ഥിരമായിട്ട് തന്നെ ഫുഡ് കഴിക്കുന്ന ഹോട്ടലാണിത്. ഹോട്ടലിൻ്റെ പേര് ഓർമ്മയില്ല. ഇവിടെ ബേക്കറിയും കൂൾബാറും ഹോട്ടലും എല്ലാം കൂടിയിട്ടുള്ള ഒരു അടിപൊളി സ്പേസാണ്. ഫുഡും അടിപൊളിയാണ്. നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ മാക്സിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മളങ്ങനെ മാക്സിൽ നിന്നും ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരമായിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വീട്ടിലെത്തിയില്ല. ഇവിടെ ടൗണിൽ തന്നെ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഷോപ്പിംഗ്? 1350 അല്ലായിരുന്നോ ബഡ്ജറ്റ്? എല്ലാം പ്ലാൻ ചെയ്ത പോലെ. പ്ലാൻ എന്താ അങ്ങനെ പറയില്ല, പണ്ടാണോ? സമയത്ത് ചേട്ടാ 7 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തി. ഇതായിരുന്നു നമ്മുടെ ഓണം ഷോപ്പിംഗ് വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.